നീയെ ആ ലങ്കാരാജധാനി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിങ്കിൽ ശ്രീനാരായണ മഹർഷി നാരായണ 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 മുകുന്ദ സച്ചിദാനന്ദ നാരായണ എന്നാൽ ഇന്ന് ലങ്കയിലൊന്ന് പോയിട്ട് വരാൻ തീർച്ചപ്പെടുത്തി നിന്റെ സമീപത്തിങ്കിലേക്ക് വന്ന സമയത്തിങ്കിൽ നീ എന്തായത് മഹർഷിയെ വേണ്ട വിധം ബഹുമാനിച്ചില്ല. അങ്ങനെ നാരദൻ ഇതാണോ ഒരു സിംഹാസനം അടുത്ത കാലം നീക്കിക്കണം. അപ്പൊ തന്നെ മഹർഷി വിചാരിച്ചതിന് പകരം എന്താ നാരദാക്ക വന്നത്? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു ചെറുതായിട്ടൊരു സംഭാഷണം ഇങ്ങനെ കേട്ടു. എന്താ അതൊന്നും വേണ്ടത്. ചക്രവർത്തി ആയിരിക്കുന്ന രാവണനല്ല എന്ത് ത്രൈലോക്യം ജയിച്ചിരിക്കുന്നത്, പിന്നെ ബാലി ബാലി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പരനാണ് ഞാൻ കേട്ടിട്ടുണ്ടായത്. ബാലി എന്ന് പറഞ്ഞൊരു പരനാണ്. അപ്പോ ആ കൊരങ്ങനെ അങ്ങനെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയല്ലേ? എന്നാലും അതിനൊന്നും പുറപ്പെടണ്ട. എന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് നിശ്ചയപ്പെടുത്തി കതിർമലയായിരിക്കുന്ന സൈന്യത്തിനൊക്കെ അയച്ചുകൊടുത്തു. സൈന്യങ്ങളെല്ലാവരും പുറപ്പെടേ. ഇത് നമുക്ക് ബാലി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൊരയെ നിഗ്രഹിക്കാണ്ട് വേഗം പുറപ്പെടാ. ചന്ദ്രഹാസം ചന്ദ്രഹാസം വേണ്ട അതിന്റെ ഒരു ചെറുതായിട്ടൊരു കയറെടുക്കാൻ ഒരു പറ്റിയില്ല. അതിന് എന്ത് വേണം എന്നിട്ട് അങ്ങനെ പോണ വഴിക്ക് അതിന്റെ കഴുത്ത് സിംഹാസനത്തിന്റെ കാലിൽ കൊണ്ട് വെക്കുക. എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോ അങ്ങോട്ട് ചാട കുഞ്ചിരാമ ഇങ്ങോട്ട് ചാട കുഞ്ചിരാമ. അല്ലടാ രാവണ, നീയെ ആ മഹർഷിയുടെ വാക്ക് കേട്ട് എന്റെ അച്ഛനെ പിടിച്ചു കെട്ടാനായിക്കൊണ്ട് ഒരു മുഴം കയറും ഒരു ചെറുതായിട്ടൊരു വടിയൊക്കെ എടുത്ത് പുറപ്പെട്ടു. പുഷ്പവിമാനത്തിന് പോവാം. ഇന്നെ നടത്തണം എന്നുള്ളത് മഹർഷിക്ക് നന്നായിട്ട് അറിയാം. മാനത്തിനൊന്നും കൊണ്ടാ കൊരങ്ങിച്ച് തൊട്ട് കഴിഞ്ഞാൽ ശുദ്ധാവും. ഭാര്യ പിടിച്ചു കെട്ടാനായിട്ട് കൊടുത്താണ്. എവിടെയാ ഈ ബാലിങ്ങനെ കുറച്ചു ദൂരം ഇങ്ങനെ നടന്ന് ആ കയറ്റങ്ങോട്ട് കയറി ഇറങ്ങി അങ്ങോട്ട് നടന്ന് ആ വളം തിരിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയി കയറ്റം കയറി ഇറങ്ങി ആ വളവൊക്കെ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ഇവിടെ ഒന്നും കാണാനില്ലോ. കുറച്ചും കൂടി ഉണ്ട്. ആരുതാ കെട്ട് കഴിയോടുണ്ടാവില്ലേ? കെട്ട് കഴിയോടെ ഞാനുണ്ടാവും. പോയി 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 ഏകദേശത്തെ സമയത്തിങ്കിൽ വലുതായിരിക്കുന്ന ഒരു പർവ്വതം എടുത്തിട്ടൊരു പർവ്വതം കണ്ട സമയത്തിങ്കിൽ രാവണൻ ചോദിച്ചു, അതെ ആരുതാ ഈ കാണുന്ന പർവ്വതത്തിന്റെ ഏത് ഭാഗത്താണ് ബാലി ബാലി എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത്? അത് പർവ്വതമല്ല, അടഞ്ഞ ബാലി. ഒന്നുമില്ല, പന്നിക്കെട്ട് പോലെ ഇങ്ങനെ ഇരിക്കണേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അങ്ങോട്ട് പോവുക, എന്നിട്ട് ചുരുട്ടി വെച്ചിട്ടുണ്ടാവും കാല് അതങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് തലയ്ക്ക് മീൻ ചുറ്റ ഉപ്പുവെള്ളത്തിനൊരു മുക്ക് മുക്കുക. അങ്ങനെ എടുക്കുമ്പോഴേക്കും ആ പഞ്ഞിക്കെട്ട് പിന്നെ കയറ് കെട്ടുക, അങ്ങോട്ട് കൊണ്ടുവരിക, സിംഹാസനത്തിന്റെ കാലിൽ കെട്ടുക. ആ മഹർഷിയുടെ വാക്ക് പ്രകാരം നീ എന്റെ അച്ഛനെ പിടിച്ചു കെട്ടാനായിട്ട് പോയി. നാരദ കെട്ട് കഴിയുമ്പോൾ